ചങ്ങായിമാർ, ഈ കെട്ടകാലത്ത് ഒരു നന്മ ചെയ്യാൻ പറ്റാത്ത, ഒരു മനുഷ്യത്വം കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ മനുഷ്യന്മാരുള്ളത്. അതും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന ഈ കേരളത്തിൽ പോലും. അങ്ങനെ ഈ ലോകത്ത് നന്മ ചെയ്യുന്ന കുറെ സ്ഥലങ്ങളൊന്നുമില്ല, കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ആ കുറച്ച് സ്ഥലങ്ങളിൽ ഒന്ന് എന്റെ കേരളമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷെ ഈ അടുത്തായിട്ട് നമ്മളെ കേരളത്തിൽ പോലും ഇപ്പൊ ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, 100 വട്ടം ആലോചിക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഈ നാടിന്റെ പോക്ക്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ആ മനുഷ്യ സ്നേഹി ഇപ്പോഴെന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുക. അദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം വേദനയും വിഷവും വന്നിട്ടുണ്ടാവും ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് സംഘപരിവാർ ഗ്രൂപ്പുകൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട്. ഞാനോ നിങ്ങളോ ഒക്കെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയിലും കണ്ടില്ല, ഈ പരിപാടി വെച്ച് പോയിട്ടുണ്ടാവും. ഇനി ഒരാളെ സഹായിക്കൂല നമ്മൾ പറയും. പക്ഷെ അദ്ദേഹത്തെ പോലുള്ള മനുഷ്യൻ ജീവിതം കൊണ്ടും മതപഠനം കൊണ്ടും എല്ലാ കരുത്തും നേടിയിട്ടില്ല അദ്ദേഹം ഒന്നും ഒരിക്കലും മനുഷ്യത്വവും നന്മയും ഉപേക്ഷിക്കില്ലെന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. കാരണം അദ്ദേഹം അത്രക്ക് മുകളിൽ നിൽക്കുന്ന മനുഷ്യരാണ്. സംഘി കൃസംഗി നാറികളെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ നന്മ ചെയ്തിട്ട് എവിടെയും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ആ ക്രെഡിറ്റ് വേണമെന്ന്? ആ ക്രെഡിറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ആ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോ. പക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ച ആ നന്മ അതൊന്ന് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തെ വിട്. നിങ്ങൾ ഇങ്ങനെ തന്തയില്ലായ്മ കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നു. അത് നന്മയുള്ള മലയാളിക്ക് മാത്രമല്ല, നന്മ ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപാട് സങ്കടം തരുന്നതാണ് ചാണക കൃസംഗി സംഘികളെ. കുറച്ചു കാലം മുന്നേ റഹീമിന് വേണ്ടി ഈ മലയാളി ഒന്നായപ്പോൾ ഈ കൃസംഗി സംഘി വാണങ്ങൾ പറഞ്ഞു നടന്നത് അതൊരു മുസ്ലിമാണ്. ആ മുസ്ലിം ആയതുകൊണ്ടാണ് എല്ലാവരും കൂടി ഒരുമിക്കുന്നത്. അത് നേരെ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആരും ഒരുമിക്കൂലെന്ന്. ഈ നാറികളെ, ഇപ്പോൾ ആ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയുടെ മതം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരു മുസ്ലിം അല്ല. പക്ഷെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നത് മുസ്ലിങ്ങളാണ്. ആ ഒരു ചിന്ത, ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവൂലെന്നറിയാം. എന്നാലും ഞാനത് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ അന്ന് റഹീമിനെതിരെ സംസാരിച്ചത് കൊണ്ട്, നിങ്ങൾ കണ്ണുവെച്ചത് കൊണ്ടോന്നറിയില്ല, ആ പാവം ഇതുവരെ പുറത്തിറങ്ങിയില്ല. അദ്ദേഹം എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ സംഘികൾ നിമിഷപ്രിയക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ എന്താ അറിയാം? അതൊരു വേറൊരു രാജ്യത്തിന്റെ നിയമല്ലേ തൂക്കിക്കൊല്ലാന്നുള്ളത്. അവിടെ തന്നെ നമ്മൾ പോയി രക്ഷപ്പെടുത്താൻ നോക്കുന്നതെന്ന്. ആദ്യമായിട്ട് സംഘികൾ ഒരു മുസ്ലിം രാജ്യത്തിന്റെ അവിടുത്തെ നിയമത്തിന് ഇത്രമാത്രം അംഗീകരിക്കുന്നു, ഒരു മുസ്ലിം രാജ്യത്തെ നിയമത്തിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. സംഘികൾ നിങ്ങളെ സമ്മതിക്കണം കേട്ടാ. നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ കാലുമാറുന്ന നാറികൾ സംഘികളും കൃസംഗികളും. ആ കൃസംഗി വർഗത്തിൽപ്പെട്ട കേരളത്തിലെ ഏറ്റവും വിഷമുള്ള, ഏറ്റവും അപകടകാരിയായ ഒരു സാമാനമാണ് കാസയിലെ കൂസൻ കൃസംഗി കെവിൻ പീറ്റർ. ആ കെവിൻ പീറ്റർ എന്താ പറഞ്ഞത് നമുക്ക് കാണാലോ. നിമിഷപ്രിയ കടുത്ത കുറ്റവാളി, എന്തിനിടപെടണം? കാസയിലെ കൂസൻ. കൊടും കുറ്റവാളി നിമിഷപ്രിയ അല്ലടോ, നീയാണ്. വർഗീയത മാത്രം ജീവിതത്തിൽ ഭക്ഷണമായിട്ട് കഴിക്കുന്ന, മനുഷ്യത്വവും നന്മയും എന്ന് പറയുന്ന സാധനങ്ങൾ കാണുമ്പോ ആകെ വിളറി പൂളുന്ന, ആകെ ഭ്രാന്ത് പിടിക്കുന്ന നാറിയായ കൊടും കുറ്റവാളി നീയാണ് കാസയിലെ കൂസ. സ്വന്തം സമുദായത്തെ ഒറ്റിയിട്ട്, സ്വന്തം സമുദായത്തെ കുറച്ച് പണത്തിന് വേണ്ടി ഒറ്റുന്ന നാറി, ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി താനാണ് കൃസംഗി കാസയിലെ കൂസ. ഇവനടങ്ങുന്ന സംഘികൾക്കും കുരുപൊട്ടിയത് നിമിഷപ്രിയ എന്ന അമുസ്ലിമിനെ സഹായിക്കാൻ വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന മുസ്ലിം ഇറങ്ങി പുറപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ കൊല്ലപ്പെട്ടവന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോയിട്ട് നിങ്ങൾ പണത്തിന് വേണ്ടിയല്ലടാ ഈ കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ പണം വാങ്ങി സ്വന്തം സഹോദരന്റെ ജീവന് വില പറയാന്നൊക്കെ കമന്റ് ഇട്ടിട്ട് ഈ നാറി സംഘി കൃസംഗി. പിന്നെ ഇവരതേ വർഗത്തിൽപ്പെട്ട കുറെ എണ്ണങ്ങൾ കൂടിയിട്ട് ആ സഹോദരന്റെ മനസ്സിൽ മനമാറ്റം വരുത്താൻ ശ്രമിക്കുന്നത്. അവർ ഈ പെൺകുട്ടിക്ക് മാപ്പ് നൽകാമെന്ന് വിചാരിക്കുന്ന സമയത്ത് അത് പണത്തിന് വേണ്ടിയാന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് അവരെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ നിമിഷപ്രിയന അവിടെ തൂക്കിലേറ്റപ്പെടണം. അതിനു വേണ്ടിയിട്ട് എല്ലാ കളികളും കാസ കൂസ കൃസംഗി പിന്നെ ഇവരതേ ചിന്താഗതിയുള്ള കുറെ നാറികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ആ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ മക്കളുടെയും ആ പെണ്ണിന്റെ അമ്മയുടെയും കണ്ണുനീര് ഈ മലയാള മണ്ണിൽ വീഴ്ത്തല്ലേ ചാണക കൃസംഗികളെ. നമുക്കിനി കേരളത്തിൽ മനുഷ്യത്വം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ധകാരം പരത്താൻ ശ്രമിക്കുന്ന ഒരാളെ പറ്റിയുള്ള വീഡിയോ കാണാം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഹൂതി ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തന്നെ മുൻ ശിഷ്യനും ചാനൽ ചർച്ചയിലെ സജീവ നിരീക്ഷകനുമായ ആരിഫ് ഹുസൈൻ തെരുവത്ത്. അദ്ദേഹം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിലൂടെ പറയുന്നത് നിമിഷപ്രിയ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന്റെ ഇരയാണ് എന്നാണ്. മുസ്ലിമിനെ കാഫിർ കൊന്നാൽ കിസാസ് നിർബന്ധമെന്ന നിയമത്തെ മറികടക്കാൻ തത്രപ്പാടുപെടുന്നത് കാണുമ്പോൾ, അതിനെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മുൻ ശിഷ്യൻ പറയുന്നു. യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെയാണ്: നിമിഷ ഇസ്ലാമിക നിയമത്തിന്റെ ഇരയാണ്, കാന്തപുരം ഇസ്ലാമിന്റെ അന്തകനും. ആരിഫ് ഹുസൈനെ, നീയും ഈ കർമ്മ ന്യൂസുമാണ് കേരളത്തിലെ മനുഷ്യത്വത്തിന്റെ അന്തകരാകാൻ നോക്കുന്നത്.
ഇവർക്ക് വേണ്ടത് കേരളത്തിൽ മനുഷ്യത്വം ഇല്ലാണ്ടാക്കുക, മതസൗഹാർദ്ദം ഇല്ലാണ്ടാക്കുക. അതിനാരുടെയൊക്കെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് പിറന്ന നാടിനെയും പെറ്റമ്മയും ഒറ്റിക്കൊടുക്കാൻ നാണവും മാനവുമില്ലാത്ത ടീമാണ് ഈ RP ഹുസൈനും, കാസയിലെ കൂസൻ കെവിൻ പീറ്ററും, ഈ കർമ്മ ന്യൂസിലെ തള്ളച്ചിയും, പിന്നെ വിസർജനം നമ്പ്യാറെ പോലുള്ള കുറെ ഊളകളും. ഇങ്ങനെ പെറ്റമ്മയെ ഒറ്റിക്കൊടുത്ത കാശ് കൊണ്ട് എത്ര നാൾ മനസമാധാനത്തോടെ ജീവിക്കുന്ന നാറികളെ നിങ്ങൾ. പിന്നെ RP ഹുസൈൻ ഇത് കാണുമ്പോൾ ചിരി വരുന്നല്ലോ. തനിക്ക് ചിരി വരുമോ? മനുഷ്യത്വവും നന്മയും കാണുമ്പോൾ തനിക്ക് ചിരി വരും. തന്റെ ഈ ചിരി ഇങ്ങനെ മുഴുത്ത് തനിക്ക് ചിരിച്ച് ഭ്രാന്താകാൻ വേണ്ടി മലയാളി എപ്പോഴും ഈ നന്മയും മനുഷ്യത്വവും കാണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചിരിച്ച് നിനക്ക് മുഴുവട്ടായിട്ട് നീ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കടന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന അറിയാം. യൂട്യൂബ് വീഡിയോ നീ അതിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യും, നോക്കിക്കോ നീ. പിന്നെ ഈ പൊട്ടന്മാരെയും പ്രാന്തന്മാരെയും എല്ലാം കാളി ഒരു വേറൊരു സൈസ് പൊട്ടനുണ്ട്. ഒരു പ്രത്യേകതരം പൊട്ടനാണ്. ഫസൽക്കാരാട്ടുന്ന അങ്ങനെയാണ് ആ പൊട്ടന്റെ പേര്. ഭൂലോക പൊട്ടൻ. നമുക്ക് ആ പൊട്ടന്റെ വീഡിയോ ഒന്ന് കാണാലോ. നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു. നമ്മൾ തുടക്കം മുതലേ നിരന്തരം വിളിച്ചു പറഞ്ഞു, നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വസിച്ചോളൂ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന്. മറ്റൊന്ന്, ഇന്ത്യൻ ഗവൺമെന്റിനേക്കാൾ മുകളിലല്ല ഒരു വ്യക്തിയുമെന്ന് സാമാന്യ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക. നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നിരന്തരം ഇടപെട്ട നരേന്ദ്രമോദി സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ അഭിനന്ദനങ്ങൾ നേരുന്ന നിനക്ക് കുറച്ചെങ്കിലും സാമാന്യ ബോധമോ അല്ലെങ്കിൽ സാമാനത്തിന് ബോധമോ നിനക്കുണ്ടെങ്കിൽ നീ തിരിച്ചറിയുക. സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയോട് പറഞ്ഞത് ഇനി നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. കാരണം ഓരോ ഗവൺമെന്റിന് അതിന്റേതായ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ബോധവുമില്ലാതെ നിന്നോടൊന്നും അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയില്ല. കാരണം കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നിന്നെ മന്ദബുദ്ധി നിന്നും വിളിക്കാനും, അത്രയും ബുദ്ധിയില്ലാതെ നിന്നെ എന്ത് വിളിക്കും. പിന്നെ ഇവൻ നിമിഷപ്രിയ വിഷയത്തിൽ ഇടക്കിടക്കെ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഇടക്കിടക്കെ കാര്യങ്ങളെ പറ്റി പറയുന്നത്. നീ ഉണ്ട ചെയ്തിന് ഇന്നലെ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെട്ടതിന് ശേഷമല്ലടോ നിന്റെ എല്ലാം നാവുന്ന് കുറച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നേ. അപ്പോഴല്ലേ നിനക്കെല്ലാം ശബ്ദം തന്നെ കിട്ടിയത്. എന്നിട്ട് ഇപ്പൊ വന്ന് പറയും നമ്മൾ ഇടക്കിടക്കെ അതിനെപ്പറ്റി അന്വേഷിക്കുന്നത്. ഉണ്ട അന്വേഷിക്കുന്നത് നീയല്ലോ. എടുത്തോടോ, നീയൊക്കെ ക്രെഡിറ്റ് എടുത്തോ, അതിന്റെ ക്രെഡിറ്റ് മൊത്തം എടുത്തോ. കാന്തപുരം ഒരിക്കലും അതിന്റെ ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ക്രെഡിറ്റ് എടുത്തിട്ട് ആ നിമിഷപ്രിയ എന്ന യുവതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്ക്. അല്ലാണ്ട് അതിനെ അവിടെ തൂക്കൊല്ലാൻ വേണ്ടി വിധിക്കാൻ പ്രാർത്ഥിക്കല്ലേ നിങ്ങളൊന്നും. താനൊക്കെ നല്ലത് ചെയ്യുന്നവർ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് പേര് ഒരുപാട് വിദേശങ്ങളിൽ ജയിലിലുണ്ട്. കുറ്റം ചെയ്തിട്ടും കുറ്റം ചെയ്യാതെ തന്നെ അവർക്കൊക്കെ ഒന്ന് രക്ഷപ്പെടണം തോന്നുമ്പം ഈ മലയാളി ഒരുമിച്ച് നിൽക്കുമ്പോ നീയൊക്കെ അതിൽപ്പെട്ടവരെ ജാതിയും മതവും നോക്കിട്ട് പിന്നെയും വർഗീയതയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിന്നെങ്കിൽ ആ പാവങ്ങളൊക്കെ പെട്ടുപോകുന്ന നാറികളെ. അങ്ങനെ ബുദ്ധിമുട്ടിൽ കിടക്കുന്നവനെ സഹായിക്കാൻ നോക്കുന്നവന്റെയും സഹായിക്കപ്പെടുന്നവന്റെയും ജാതിയും മതവും നോക്കി ഇങ്ങനെ വർഗീയ വിഷയം ഇങ്ങനെ തുപ്പാൻ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു മതവിശ്വാസവും ഒരു ദൈവവിശ്വാസവും ഒരു മനുഷ്യത്വവും തൊട്ട് തീണ്ടിയിട്ടില്ല നാറികളെ. ഇതുപോലുള്ള ഊളകളുടെ വാക്ക് കേട്ടിട്ട് ഒരു മലയാളിയും ഒരു മനുഷ്യനും നന്മ ചെയ്യുന്നതിന് ഒരിക്കലും പിന്നോട്ട് പോകരുതെന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെ നന്മ ചെയ്യുന്നതിന് ഒരാളും പിന്നോട്ട് പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതാണ് നമ്മുടെ കേരളം, അതാണ് നമ്മൾ മലയാളികൾ. ഇതുപോലെയുള്ള തന്തയില്ലാത്തവര് ലോകം അവസാനിക്കും വരെ ഉണ്ടാവും. പക്ഷെ ഈ തന്തയില്ലാത്തവരെ തോൽപ്പിക്കാൻ വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാറെ പോലെയുള്ളവരും യൂസഫ് അലിയെ പോലുള്ളവരും നമ്മുടെ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയെ പോലുള്ളവരും ഇന്ന് നമ്മുടെ മുന്നിലുണ്ടാവും. അവരെ കൂടാതെ ഹിന്ദു മതത്തിൽപ്പെട്ടവരും മുസ്ലിം മതത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരുപാട് മനുഷ്യർ, ഒരുപാട് വൈദികർ, ഒരുപാട് സന്യാസിമാർ, ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ തിന്മ മരങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യത്വം വീണ്ടും ഈ ലോകമെമ്പാടും പടർന്ന് പന്തലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ മലയാളികളോടാ ഇവരെ കളി അമ്പട പൊളിസോ. മലയാളി നന്മ കാണിച്ചുകൊണ്ടേയിരിക്കും, നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്ക്. ചാണക കൃസംഗി സംഘികളെ, ഇവരുടെ മനോഭാവം പേറി നടക്കുന്ന ബാക്കിയുള്ളവരെ നിങ്ങൾ കാത്തിരുന്നോ. കേരളം ദൈവത്തിന്റെ ഭൂമി തന്നെയാണ്. അത് മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും നടക്കില്ല. അപ്പൊ മനുഷ്യത്വവും നന്മയും നിറഞ്ഞൊഴുകുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നന്മയുള്ള മനുഷ്യത്വമുള്ള ഒരു സുലാൻ.